48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാൻ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുമെന്ന് ട്രംപ്. ലോകത്തിന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുമെന്ന് നെതന്യാഹു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും. ഏറ്റവും വലിയ ഊർജ്ജ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആക്രമണം തുടങ്ങുമെന്നും ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഹോർമുസ് ദ്വീപിനു സമീപം US പോർ വിമാനം വീഴ്ത്തി. മിസൈൽ അയച്ചു തകർത്തത് F-15. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ട്രംപ് പ്രകോപിപ്പിച്ചാൽ ഗൾഫിനെ ഇരുട്ടിലാക്കുമെന്ന് ഇറാന്റെ ഭീഷണി. ശത്രുരാജ്യങ്ങളുടെ ഒഴിച്ചുള്ള കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാമെന്ന് ഇറാൻ. കടലിടുക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിന് സമീപം കുടുങ്ങിക്കിടക്കുന്നത് നിരവധി കപ്പലുകൾ. യുദ്ധം ആരംഭിച്ച ശേഷം ആഗോള വിപണിയിൽ എണ്ണ വില ഉയർന്നത് 50%. നിലവിൽ ബാരലിന് $112. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 9 രാജ്യങ്ങളിലായി 37 എണ്ണ ശുദ്ധീകരണശാലകൾക്കും വാതക പാടകങ്ങൾക്കും നാശനഷ്ടം. യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാൻ 400 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുവെന്ന് ഇസ്രായേൽ. 92% തകർത്ത് തരിപ്പണമാക്കി. ഖത്തർ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 6 മരണം. അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് പാചകവാതകവും റഷ്യയിൽ നിന്ന് എണ്ണയും ഇന്ത്യയിലെത്തി. കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് മംഗലാപുരത്ത്. പശ്ചിമേഷ്യൻ സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ച യോഗം പൂർത്തിയായി. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ വർക്കലയിലെ BJP സ്ഥാനാർത്ഥി. സീറ്റ് BDSൽ നിന്ന് ഏറ്റെടുത്തു. രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്മിതയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. അഡ്വക്കേറ്റ് സ്മിത വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുതിർന്ന CPM നേതാവ് സുന്ദരേശന്റെ മകളും. BJPയിലേക്ക് വരുന്നത് പ്രധാനമന്ത്രിയുടെ പ്രവർത്തികളിൽ ആകൃഷ്ടയായെന്ന് സ്മിത. രാഷ്ട്രീയ ചെറ്റത്തരമെന്ന പിണറായി വിജയന്റെ പരാമർശം തനിക്ക് അഭിമാനമെന്ന് G. സുധാകരൻ. ചെറ്റപ്പുരയിൽ താമസിക്കുന്നവർ പാവപ്പെട്ടവർ. പിണറായി മലയാളം പഠിക്കണം. ജയിക്കുന്ന സീറ്റിൽ നിന്നാൽ ആരും എത്ര വേണമെങ്കിലും ജയിക്കുമെന്നും ധർമ്മടം സീറ്റ് പരാമർശിച്ച് UDF ജനറൽ ബോഡിയിൽ സുധാകരന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഡീൽ വിവാദം. CPM സ്ഥാനാർത്ഥി പട്ടിക ഡീലിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ. പാലക്കാട് CPMഉം BJPയും ഡീൽ എന്ന ആരോപണത്തോട് പ്രതികരിച്ച മുന്നണികൾ. കോൺഗ്രസും CPMഉം തമ്മിലാണ് ഡീലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഒരിടത്തും CPMന് ഡീലില്ലെന്ന് TP രാമകൃഷ്ണൻ. CPM ബന്ധം വിട്ട് കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ. പാണക്കാട്ടെത്തി സാദിഖലി തങ്ങളെ കണ്ടു. തിരിച്ചുവരവിൽ ഉപാധികളിൽ നിന്ന് തങ്ങൾ. കൊടപ്പനയ്ക്കൽ തറവാട്ടുമുറ്റത്ത് വെച്ച് കാറിലെ മദ്രസ ബോർഡ് അഴിച്ചുമാറ്റി റസാഖ്. മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം. LDF ചതിച്ചുവെന്ന് ലീഗിൽ തിരിച്ചെത്തിയ കാരാട്ട് റസാഖ് 2016 ബലാത്കാരമായി പിടിച്ചു കൂടെ കൂട്ടുകയായിരുന്നു. കൊടുവള്ളിയിലെ വികസനം PTA റഹീമും മുഹമ്മദ് റിയാസും ചേർന്ന് തടഞ്ഞു. 51 വെട്ടുവെട്ടിയാൽ 52ാമത്തെ വെട്ടിൽ ലീഗിനൊപ്പം ഉയർത്തെഴുന്നേൽക്കുമെന്നും റസാഖ്. ഇടതുപാളയം വിട്ട് റസാഖ് ലീഗിലേക്ക് മടങ്ങിയത് പാണക്കാട് സാദിഖലി തങ്ങളെ വീട്ടിൽ ചെന്ന് കണ്ട്. ഹിന്ദു MLA പരാമർശത്തിൽ കുരുങ്ങി B. ഗോപാലകൃഷ്ണൻ. നടപടിയെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. വിവാദ വീഡിയോ നീക്കം ചെയ്തു. ഗോപാലകൃഷ്ണന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. കോഴിക്കോട്ട് ഷിഗല്ല രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പരിശോധന. 51 പേർ രോഗലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിൽ. ഒരാൾ ആശുപത്രിയിൽ. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. 11 ജില്ലകൾക്ക് മുന്നറിയിപ്പ്. താപനില 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.